Hi dears, welcome back to Fashion Week Designs. നമ്മുടെ എപ്പോഴും ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കാണാൻ പോവാ. വിചിത്ര ഫാബ്രിക്കിലാണ് ഈ ഒരു ബ്രാസോ പാച്ച് വന്നേക്കുന്നത്. അപ്പം ഒത്തിരി പേര് ഒരു 30% ആൾക്കാർ ചോദിക്കാറുണ്ട് വിചിത്രം മാറ്റിയിട്ട് PV സിൽക്കോ അല്ലെ വേറെ ഫാബ്രിക്കോ ആക്കത്തില്ല എന്ന്. ബട്ട് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്രാസോ ദുപ്പട്ടയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിന്റെ കളർ സെറ്റ് ചെയ്യുക. അപ്പം ഒരിക്കലും നമുക്ക് അതായത് ഇതുമായിട്ട് കറക്റ്റ് മാച്ചിങ് ആവുന്ന ഫാബ്രിക് അതായത് ഈ വിചിത്ര അല്ലാതെ വേറെ ഒരു ഫാബ്രിക്കിലും കിട്ടൂല. അപ്പം ഈ ബ്രാസോയിൽ എപ്പോഴും റയർ ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വിചിത്രയിൽ മാത്രമാണ് ഒരുപാട് വൈഡ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് മാച്ചിങ് ആവുന്ന കളേഴ്സ് ഈ വിചിത്രയിൽ മാത്രം. ഇപ്പം നിങ്ങൾ ഈ ഒരു സെയിം കളർ നമുക്ക് PV സിൽക്കിൽ ഇല്ല. അതുപോലെ ഈ ഒരു കളറും ഇതിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സേ വരുള്ളൂ. എന്നാലും ഈ ഒരു കളർ ഒരിക്കലും നമുക്ക് PV സിൽക്കിൽ കിട്ടുകയില്ല. ഈ കളേഴ്സ് ഒന്നും PV സിൽക്കിൽ ഇല്ല. അതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ ബ്രാസോ വരുമ്പോഴും മാച്ച് ആവുന്ന ടോപ്പ് ഈ വിചിത്രയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കും. അത് കോൺട്രാസ്റ്റ് ആൾക്ക് കുറച്ചൊരു 2-3 പേർക്ക് വേണമായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം സെയിം കളർ ഷെയ്ഡ്സ് ആണ് കൂടുതലായിട്ടും വേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും വിചിത്ര ഫാബ്രിക്കിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒത്തിരി പേര് ഇടയ്ക്ക് പറയുന്നുണ്ട് കമൻസിലൊക്കെ ആയിട്ട് വിചിത്രം മാറ്റിയിട്ട് വേറെ ഫാബ്രിക് ആക്കുന്നത്. അതാണ് ഫാബ്രിക് മാറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ്, ഇത് കുറച്ച് റയർ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്ന് നിൽക്കുക. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇതാണ്. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെവി ബ്രാസോ വീവ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. പാച്ച് വർക്ക് ദുപ്പട്ടയിൽ ഒരു ലൈറ്റ് ആയിട്ട് ഉണ്ട്. കുറച്ചുകൂടി ഒരു ബോർഡർ സ്റ്റൈലും കൂടെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ചെറിയ പോലത്തെ ഒരു ബോർഡർ വിത്ത് ഒരു ലൈറ്റ് ബ്രൗൺ, ഇത് യെല്ലോ ബ്രൗൺ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻ. എൻഡിൽ ടാസൽസ്. സെക്കൻഡ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഇത് മെറൂൺ അല്ലതുണ്ട്. ഇനി ഈ കളറിന്റെ ഒരു ഗ്ലേസിംഗ് നോക്കി, ഒരു നല്ല ബ്ലൂമിങ് ഫിനിഷ് വരുന്ന മെറൂൺ എന്ന് പറയുന്നത്. ദുപ്പട്ടയുടെ ഈ പോർഷനും ഇതും കറക്റ്റ് ആണ്. അതൊരു ലൈറ്റ് ഡബിൾ ഷെയ്ഡ് സ്റ്റൈലിലാണ് ദുപ്പട്ട ചെയ്തേക്കുന്നത്. അതായത് ഒരു സൈഡിൽ ഇതുണ്ടോ ഇങ്ങനെ ഞാൻ മുന്നേയും കാണിച്ചായിരുന്നു, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു കുറച്ചുകൂടെ ഡാർക്ക്, ഈ സൈഡിൽ വരുമ്പോൾ ലൈറ്റും ഡാർക്കിന്റെ ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റൈലാണ്. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓരോ തവണയും നമ്മൾ ബ്രാസോ ദുപ്പട്ട കൊണ്ടുവരുമ്പം അതിലത് ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയായിരിക്കും. ഇതാണിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട. അതായത് ലൈറ്റ് ആയിട്ടുള്ള ബോർഡർ പോലെ ഡാർക്ക് കളറും ഈ പോർഷനിൽ ഡബിൾ കളേഴ്സിലുമാണ് വരുന്നത്. എൻഡിൽ ഹെവി ടാസിൽസ് ആൻഡ് ഇതിന്റെ വീവിംഗ് ആണെങ്കിലും വളരെ സ്പെഷ്യലാണ്. ഇതുണ്ടോ തേർഡ് കളർ നോക്കി, എല്ലാം കണ്ടോ എന്നാ അട്രാക്റ്റീവ്, എന്നാ മനോഹരമാണെന്ന് നോക്കി ഈ ഒരു ദുപ്പട്ട കാണാൻ. അതായത് ഈ ബോർഡർ നോക്കി കുറച്ചുകൂടെ ഡാർക്ക് കളർ ഷെയ്ഡ് വരുന്നു. ബാലൻസ് ഏരിയയിൽ ഒരു മിക്സ്ഡ് കളേഴ്സ് ആണ്. അതായത് ടോപ്പിൽ കൊടുത്തേക്കുന്ന കളർ ഉണ്ട്. ഇതിനകത്ത് ഒരു പെർപ്പിളിന്റെ വരുന്നുണ്ട്, ഒരു ഡാർക്ക് ഓർക്കിഡ് വാലറ്റിന്റെ ഒരു വാലറ്റിന്റെ ബ്ലണ്ടും വരുന്നുണ്ട്. അതുപോലെയാണ് ബാക്കി ഷേപ്പ് പോർഷൻ വരുന്നത്. ഈ ഒരു ഷെയ്ഡിൽ ഈ പോർഷനിൽ മാത്രം സിംഗിൾ ഷെയ്ഡാണ്. ഇതെല്ലാം വളരെ എഫോർട്ട് ഇട്ട് വീവ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. അതും ഓരോ തവണ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഓരോ ഡിസൈൻസിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡ് കൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇത് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഈ ഒരു ഫാബ്രിക്കിലാണ് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നത്. മറ്റു ഫാബ്രിക്സിൽ അത്രയും കളർ ഓപ്ഷൻസ് വരില്ല. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് യൂഷ്വലി ഉള്ള പോലെ 1080 ആണ്, 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. ഡാർക്ക് ഒരു പിക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡ്, സോറി പിക്കോക്ക് ഒരു ടീൽ ഗ്രീൻ എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഡാർക്ക് കളർ ഷെയ്ഡാണ്, നല്ല കളർ ഷെയ്ഡാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. താങ്ക് യു.